എറണാകുളത്തെ വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? വിജയകുമാർ, വളരെ കടുത്ത വേനൽക്കാലത്തും ആ വേനലിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം എലക്ഷൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തിയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിയമവേദിയായി ഇന്ത്യൻ പാർലമെൻറ്റിനെ തിരിച്ചുപിടിക്കാൻ, അതിൻ്റെ ജനാധിപത്യ മുഖം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണിയുടെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം ഏതെങ്കിലും ഒരു കക്ഷിക്ക് മാത്രമായി വകഞ്ഞ് മാറ്റപ്പെട്ടിട്ടുള്ളൊരു മണ്ഡലമായി അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. 2004 അതിനു മുൻപ് വി വിശ്വനാഥമേനോൻ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിലടക്കം സേവ്യറിറക്കിലും അതുപോലെ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ വിജയിച്ച് കയറിയിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ഈ എറണാകുളം പട്ടണം വരുന്ന എറണാകുളം നിയോജകമണ്ഡലം, അസംബ്ലി നിയോജകമണ്ഡലം സാനു മാഷ് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്, സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ BJPയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പകരമായി ജനങ്ങളാകെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന പ്രതിപക്ഷ നിരയിൽ ആ പ്രതിപക്ഷ നിരയ്ക്ക് അതിൻ്റെ ദിശാമുഖം കുറച്ചും കൂടി കാർക്കശ്യമുള്ളതും അതുപോലെ ജനക്ഷേമകരമായതും കർഷക തൊഴിലാളി വർഗ പ്രാതിനിധ്യം ജ്വലിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു മുഖമായി, ഒരു ബദൽ നയം രൂപപ്പെടുന്ന മുഖമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഷ്ട്രീയ അധികാരവേദിയെ മാറ്റുന്നതിന് രാജ്യത്താകെ പ്രതീക്ഷയോടുകൂടി വരുന്ന BJP ഇതര മതനിരപേക്ഷ ജനാധിപത്യ സഖ്യത്തിൻ്റെ അതിൻ്റെ തുടക്കം മുതൽ, അതിൻ്റെ ബീജാവാപം മുതൽ അതിൻ്റെ എല്ലാ പരിശ്രമ ഘട്ടങ്ങളിലും അതിൻ്റെ കെമിസ്ട്രി കൂടുതൽ വർക്ക് ചെയ്യുന്നതിനാവശ്യമായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലെ 20 പാർലമെൻറ്റ് സീറ്റിലും വിജയിച്ചെത്തണമെന്ന താല്പര്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 ആഴ്ചക്കാലം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ 20 പാർലമെൻറ്റിലും വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്.